Good morning, students. Today our topic frequency distribution. Previous class what is meant by statistics എന്തായിരുന്നു statistics എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. Statisticsന്റെ importance, objectives, features, limitations. Then next topic, statistical enquiry. What are the steps included in statistical enquiry? Planning the data, and then collection of data, organization of data, then presentation of organized data, analysis of data, interpretation of data, then schedules, collection of data, primary data, secondary data. ഇതൊക്കെയായിരുന്നു നമ്മൾ പ്രീവിയസ് ക്ലാസ്സുകളിൽ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടത് എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നോ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. നമുക്ക് ഇപ്രാവശ്യം ഇതിൽ പഠിക്കാനുള്ളത് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയും അതുപോലെ തന്നെ മെഷേഴ്സ് ഓഫ് ഡിസ്പേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. പക്ഷെ അത് എടുക്കുന്നതിന് മുൻപ് തന്നെ എന്താണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ വാട്ട് ഈസ് മീൻ ബൈ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് അറിഞ്ഞിരിക്കണം. എങ്ങനെയാണ് ഒരു പ്രോബ്ലം ചെയ്യാൻ ആവശ്യമായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ഡാറ്റാസിനെ, അതായത് നമുക്ക് ഏതെങ്കിലും ഒരു അനാലിസിസ് പ്രോസസ്സിലേക്ക് എത്തണമെങ്കിൽ ആ ഡാറ്റാസിനെ എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ തന്നെ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓർഗനൈസിങ് ഡാറ്റ. ഓർഗനൈസിങ് ഡാറ്റയിലെ ഓർഗനൈസിങ് ഡാറ്റ എന്നുള്ളതിലെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റാസിന് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കണം. ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റയെ നമ്മൾ എങ്ങനെയായിരിക്കും അതിനെ ക്ലാസിഫൈ ചെയ്യാം. ക്ലാസിഫൈ ചെയ്യാനായിട്ട് അതിൻ്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ, ദ പ്രോസസ് ഓഫ് അറേഞ്ചിങ് ഡാറ്റ ഇൻ ഗ്രൂപ്പ്സ് ഓർ ക്ലാസ് അക്കോർഡിംഗ് ടു റിസംബ്ലൻസസ് ആൻഡ് സിമിലാരിറ്റീസ് ഈസ് ടെക്നിക്കലി കോൾഡ് ക്ലാസിഫിക്കേഷൻ. അപ്പോൾ വാട്ട് ഈസ് മീൻ ബൈ ക്ലാസിഫിക്കേഷൻ? ക്ലാസിഫിക്കേഷൻ മീൻസ് ദ പ്രോസസ് ഓഫ് അറേഞ്ചിങ് ഡാറ്റ. നമുക്ക് കിട്ടിയിരിക്കുന്ന ഡാറ്റാസിനെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് അറേഞ്ച് ചെയ്യുക. or classes according to resemblance and similarities is technically called classification. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ഒരു മാസം കൊണ്ട് നടന്നിരിക്കുന്ന ഡെത്ത് റേറ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ ബർത്ത് റേറ്റിനെ കുറിച്ചിട്ടൊക്കെ നമുക്കൊരു കണക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളത് ഇത്ര ഏജിന് മുകളിലുള്ളവരാണ് മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, ഇത്ര ഏജിന്, അതായത് 80 and above, 70 and above, 80 and above, അല്ലെങ്കിൽ 60 and above, 50 and above എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ അതിന് ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഡാറ്റാസിനെ ഇത്തരത്തിൽ നമ്മളൊരു ടേബിൾ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിരിക്കണം, അങ്ങനെ ഗ്രൂപ്പ് ചെയ്തിരിക്കണം. അങ്ങനെ ഗ്രൂപ്പ് ചെയ്താൽ മാത്രമേ നമുക്കതിനെ ഇൻ്റർപ്രിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ, അനാലിസിസ് നടത്താനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ. ഇതാണ് ഇവിടെ ഓർഗനൈസേഷൻ ഓർ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുമ്പോൾ ഇത് പ്രോസസ് ഓഫ് അറേഞ്ചിങ് ഡാറ്റ. ഒരു ബന്ധമില്ലാതെ നമുക്ക് ഒരുപാട് ദിവസങ്ങളായി കിട്ടിയിരിക്കുന്ന എല്ലാ ഡാറ്റാസിനെയും വ്യക്തമായിട്ടുള്ള രീതിയിൽ അറേഞ്ച് ചെയ്യുന്നൊരു പ്രോസസ്സിനെയാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ദ പ്രോസസ് ഓഫ് അറേഞ്ചിങ് ഡാറ്റ ഇൻ ഗ്രൂപ്പ്സ് ഓർ ക്ലാസസ് അക്കോർഡിംഗ് ടു റിസംബ്ലൻസസ് ആൻഡ് സിമിലാരിറ്റീസ് ഈസ് ടെക്നിക്കലി കോൾഡ് ക്ലാസിഫിക്കേഷൻ. Then hence we have two kinds of classification. First one is according to attributes and according to classification of data. It may be classified into two. Then first classification according to attributes വെച്ചിട്ട് ഡാറ്റാസിനെ തരംതിരിക്കുന്നതിനെയാണ് then classification on the basis of attributes എന്ന് പറയാം. എന്നാൽ classification on the basis of വേരിയബിൾസ്, ഇങ്ങനെ നമുക്ക് ആദ്യം ഒരു ഇതിൽ തന്നിരിക്കുന്ന ഒരുപാട് ഡാറ്റാസ് കളക്ട് ചെയ്തിട്ടുള്ളതിനെല്ലാം വ്യക്തമായിട്ടുള്ള രീതിയിലേക്ക് ക്ലാസിഫൈ ചെയ്യുന്ന രീതിയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഡാറ്റാസിനെ നമ്മൾ തരംതിരിക്കുന്നു. ഡാറ്റാസ് മേ ബി ക്ലാസിഫൈഡ് ഇൻ ടു അക്കോർഡിംഗ് ടു ആട്രിബ്യൂട്ട്സ് ആൻഡ് അക്കോർഡിംഗ് ടു വേരിയബിൾസ്. ദെൻ ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ആട്രിബ്യൂട്ട്സ്. ആട്രിബ്യൂട്ട് ഡാറ്റയാണ് നമ്മൾ എന്താ പറയുക, ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. ഇത് ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷനും ദെൻ വേരിയബിൾസ് വെച്ചിട്ടാണെങ്കിൽ അതിനെ ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷനുമാണ് വരിക. quantitative classification. Now first one is on the basis of attributes, that is also called as qualitative attribute, qualitative data ആയിരിക്കും. On the basis of variables then it may be quantitative datas ആയിരിക്കും.
അപ്പോൾ then ഇവിടെ ഫസ്റ്റ് വൺ ഈസ് അണ്ടർ ദിസ് മെത്തേഡ് ഡാറ്റാസ് ആർ ക്ലാസിഫൈഡ് ഓൺ ദി ബേസിസ് ഓഫ് ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഈസ് നോൺ ആസ് ആട്രിബ്യൂട്ട്സ്. അതായത് ഡാറ്റാസ് ആർ ക്ലാസിഫൈഡ് ഓൺ ദി ബേസിസ് ഓഫ് ക്വാളിറ്റേറ്റീവ് ഫീച്ചേഴ്സ്. ദാറ്റ് ക്ലാസിഫിക്കേഷൻ ഈസ് കോൾഡ് ആസ് classification on the basis of attributes. That may be literacy, unemployment are attributes. They are also called as descriptive characteristics. They are not measurable. Their presence or absence cannot be only be known. അതായത് വ്യക്തമായിട്ട് ക്വാണ്ടിഫൈബിൾ ആയിട്ടുള്ള നമ്പേഴ്സ് ഒന്നും ഇല്ലാതെ തന്നെ ഡാറ്റാസിനെ അറേഞ്ച് ചെയ്യുക എന്ന് പറയുമ്പോഴാണ് അതിനെ ഓൺ ദി ബേസിസ് ഓഫ് ആട്രിബ്യൂട്ട്സ്, ഓൺ ദി ബേസിസ് ഓഫ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറയാം. അപ്പോൾ നമുക്കതിന് വ്യക്തതയില്ലേ, നമ്മളിപ്പോൾ ബ്യൂട്ടി അല്ലേ, നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ പറയാം, വെരി ഗുഡ്, ഇൻ്റലിജൻസ്, ഇതൊന്നും പറയുമ്പോൾ നമുക്കത് ക്വാണ്ടിഫൈബിളായിട്ട് മെഷർ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ആ ഡാറ്റാസിനെയാണ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുക. എന്നാൽ ക്വാണ്ടിറ്റേറ്റീവ് ഇൻ നേച്ചർ ആണെങ്കിൽ ദാറ്റ് ക്ലാസിഫിക്കേഷൻ ഈസ് ഓൾസോ കോൾഡ് ആസ് അക്കോർഡിംഗ് ടു വേരിയബിൾസ്. നോക്കാം, അണ്ടർ ദിസ് മെത്തേഡ് ദ ഡാറ്റാസ് ആർ ക്ലാസിഫൈഡ് ഓൺ ദി ബേസിസ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് സച്ച് ആസ് ഏജ്, ഹൈറ്റ്, വെയ്റ്റ് എക്സെട്ര. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ എക്സാമ്പിളൊക്കെ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മളതിൻ്റെ ബ്യൂട്ടി, ഇൻ്റലിജൻസ്, ഇതൊക്കെ നമുക്ക് എക്സാമ്പിളായിട്ട് കൊടുക്കാം. ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഈ ഡാറ്റ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റൂ, ദറ്റ് ഈസ് ആട്രിബ്യൂട്ട് എന്ന് പറയാം. വേരിയബിൾസ്, അതായത് ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസിസ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ്, that classification is also called as classification of on the basis of variable. Then example is data are collected on the basis of height, weight, then height, weight, age. ഇത്തരത്തിലുള്ള ക്ലാസിഫിക്കേഷനൊക്കെ ആണെങ്കിൽ അതിനെ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റാസ് എന്ന് പറയാം. ഇനി നോക്കാം, ഈ ഡാറ്റാസിന് നമുക്ക് ഫോർ എക്സാമ്പിളായിട്ട് നമുക്കിതിനെ തരംതിരിക്കുകയാണെങ്കിൽ ദെൻ ഓൺ ദി ബേസ് ഓഫ് വേരിയബിൾസ് നമ്മൾ സാധാരണ നമ്മൾ കാണാറുള്ളത് എന്താ വെച്ചാൽ ഹൈറ്റ് ഇത്ര സെൻറ്റിമീറ്റർ ആയിരിക്കും എന്നൊക്കെ പറയും, ഹൈറ്റ്. അതുപോലെ തന്നെ നമ്പർ ഓഫ് പേഴ്സൺസ്, ഇവിടെ ഹൈറ്റൊക്കെ നോക്കുമ്പോൾ 135 സെൻറ്റിമീറ്റർ, then 145, 145 to 150, 152, 155, then 155 to 160, 160 to 165. Then ഇവിടെ 10, 12, 13, 8, 2 ഇങ്ങനെയൊക്കെയാണ് നമുക്ക് തരുന്നതെങ്കിൽ ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഇതൊരു ടേബിൾ ഫോമിലാണ് ഇത് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇവിടെ ക്ലാസിഫിക്കേഷൻ ഓൺ ദി ബേസ് ഓഫ് വേരിയബിൾസ് ഓർ ഓൺ ദി ബേസ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ്, ഇങ്ങനെയാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് വെച്ചാൽ ഈ ഡാറ്റയാണ് നമ്മൾ എന്ത് പറയുക, ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറയാം. ദെൻ ഓൺ ദി ബേസ് ഓഫ് വേരിയബിൾസ് എന്ന് പറയാം. സച്ച് ഡിസ്ട്രിബ്യൂഷൻ ഈസ് ഓൾസോ കോൾഡ് ആസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ നമ്മൾ പറയാണ്, അതായത് 145നും 135നും 145നും ഇടയിൽ വരുന്ന ഹൈറ്റ്, ആ രീതിയിൽ ഹൈറ്റ് വരുന്ന എത്ര പേരുണ്ട്, അതുപോലെ തന്നെ 145നും 150നും ഇടയിൽ ഹൈറ്റുള്ള എത്ര പേരുണ്ട്, 150നും 155നും ഇടയിൽ എത്ര പേരുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഡാറ്റാസിനെ കുറേ ആളുകളുടെ ഹൈറ്റ് കിട്ടിയിട്ടുണ്ട്. ഒരാൾ പറയുന്നത് 160 സെൻറ്റിമീറ്റർ, ഒരാൾ 163 സെൻറ്റിമീറ്റർ, ഒരാൾ 148 സെൻറ്റിമീറ്റർ, 135 സെൻറ്റിമീറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു എന്താ പറയുക, ഒരു ഓർഗനൈസ്ഡ് ഡാറ്റയിൽ ഒരുപാട് ഡാറ്റാസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഡാറ്റാസിനെ ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റിലേക്ക്, ഒരു ഓർഗനൈസ്ഡ് ഫോർമാറ്റിലേക്ക് നമ്മൾ മാറ്റുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്താ പറയുക, ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാം. അപ്പോൾ അങ്ങനെയായിരിക്കും നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റയിൽ ഓൺ ദി ബേസിസ് ഓഫ് വേരിയബിൾസ്, ദറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ. ഈ ഒരു ചാർട്ട് സൂചിപ്പിക്കുന്നത് വേരിയബിൾസ് ആണ്, ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയാണ്. ഇതിൽ നിങ്ങൾക്കറിയാം ഹൈറ്റും അതുപോലെ തന്നെ എത്ര വ്യക്തികളുമാണ് എന്നുള്ളത് രീതിയിലാണ്. ദെൻ സച്ച് ടൈപ്പ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് കോൾഡ് ആസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ നിങ്ങൾക്കിത് ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ. ഇനി ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ ഞാനിത് മുകളിലത്തെ വായിക്കുകയാണ്, മാച്ച് കളയുന്നുണ്ട്. ഇത് ഒരു തരത്തിൽ ഇത് നമുക്കിതിനെന്ത് പറയാം, ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാം. ഇങ്ങനെ തരംതിരിക്കുന്ന മെത്തേഡിനെയാണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാം. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, ഈ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ താഴെ എഴുതാം, വാട്ട് ഈസ് മെന്റ് ബൈ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. എ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഈസ് ആൻ ഓർഡർലി അറേഞ്ച്മെൻറ്റ് ഓഫ് ഡാറ്റ
Frequency distribution is an orderly arrangement of data classified according to the magnitude of observation. According to the magnitude of observations. Then it is a method of presenting data in a summarized form. It is a method of presenting data in a summarized form. ഒരു സമ്മറൈസ്ഡ് ആയിട്ടുള്ള ഒരു സമ്മറിയിലേക്ക് നമ്മൾ ആ ഡാറ്റയെ കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്താ പറയുക, ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാം. അപ്പോൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഈസ് ആൻ ഓർഡർലി അറേഞ്ച്മെൻറ്റ് ഓഫ് ഡാറ്റ. അപ്പോൾ എന്താ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ? ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ മീൻസ് ഇറ്റ് ഈസ് ആൻ ഓർഡർലി അറേഞ്ച്മെൻറ്റ് ഓഫ് ഡാറ്റ ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഒബ്സർവേഷൻ. അതിൻ്റെ തോത് നോക്കിക്കൊണ്ട്, അളവ് നോക്കിക്കൊണ്ടൊക്കെ നമുക്ക് തരംതിരിക്കാം. when the data are grouped into classes of appropriate size indicating the number of observations in each class, we get a frequency distribution. നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നതിനെയാണ് നമ്മളെന്ത് പറയുക, ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിലെ ദ ഇമ്പോർട്ടൻസ് കമ്പോണൻസ് ഓഫ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഇതിലെ നെക്സ്റ്റ് ടോപ്പിക് അതാണ്, കമ്പോണൻസ് ഓഫ് frequency distribution. കമ്പോണൻസ് ഓഫ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഇത് നിങ്ങൾ പ്രീവിയസ് ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും, മുൻപത്തെ ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കാം, സ്കൂൾ ലെവലിലൊക്കെ പഠിച്ചിട്ടുണ്ടാവാം. പക്ഷേ നമുക്കിനി മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി മുതലാണ് എടുക്കേണ്ടെങ്കിൽ കൂടെ ജസ്റ്റ് നിങ്ങൾ ഈ ഡാറ്റേഴ്സിനൊക്കെ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, എന്താണ് ക്ലാസ് ഇൻ്റർവെൽ, എന്താണ് ക്ലാസ് ലിമിറ്റ്, അപ്പർ ലിമിറ്റ്, ലോവർ ലിമിറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്കൊന്നുകൂടെ അറിയണമെങ്കിൽ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് ഒന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിന് വേണ്ടി മാത്രമാണ് ഞാനിത് എടുക്കുന്നത്. ദെൻ ഇവിടെ കമ്പോണൻസ് ഓഫ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിലെ ഫസ്റ്റ് വൺ ഈസ് ക്ലാസ് ഇൻ്റർവെൽ. എന്താണ് ഇതിൻ്റെ ക്ലാസ് ഇൻ്റർവെൽ എന്ന് പറയുന്നത്? First one is class interval. A large number of observations varying in a wide range are usually classified in several groups according to their size. ഒന്നുകൂടെ പറയാം, എ ലാർജ് നമ്പർ ഓഫ് ഒബ്സർവേഷൻ വാരിയിങ് ഇൻ വൈഡ് റേഞ്ച് ആർ യൂഷ്വലി ക്ലാസിഫൈഡ് ഇൻ സെവറൽ ഗ്രൂപ്പ്സ് അക്കോർഡിംഗ് ടു ഇൻ ദെയർ സൈസ്. അതിൻ്റെ സൈസ് നോക്കിക്കൊണ്ട് തന്നെ അതിനെ തരംതിരിക്കുന്നതിനെയാണ് നമ്മൾ അതിൻ്റെ ക്ലാസ് ഇൻ്റർവെൽ എന്ന് പറയുന്നത്. ഈച്ച് ഓഫ് ദീസ് ഗ്രൂപ്പ് ഈസ് ഡിഫൈൻഡ് ആസ് ഇൻ്റർവെൽ കോൾഡ് ക്ലാസ് ഇൻ്റർവെൽ. For example, students get marks 30 to 40, then the class is 30-40. അതായത് ഇപ്പം നമ്മൾ ക്ലാസ് ഇൻ്റർവെൽ എന്നോ അല്ലെങ്കിൽ ക്ലാസ്സസ് എന്നോ പറയാറുണ്ട്. അതായത് 135, ഇവിടെ താഴെ എഴുതിയേക്കുന്നത് 135 to 145 എന്ന് പറയുമ്പോൾ ഇതാണ് ഇതിൻ്റെ ക്ലാസ്. ഇത് നമ്മളിങ്ങനെ ക്ലാസിഫൈ ചെയ്യാനുള്ള കാരണം നമ്മൾ തീരുമാനിക്കുന്നുണ്ട്. ദെൻ മിസ്സിങ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ വരുന്നത് 5 നമ്പേഴ്സാണ് എന്ന് പറയുന്ന രീതിയിലാണ് നമ്മൾ ദെൻ 145 to 150 എന്നൊക്കെ പറയുമ്പോൾ 135, 36, 37, 38, 39 ഈ നമ്പറുകൾ ഇവിടെയാണ് ഉൾപ്പെടുക. 45, 46, 47, 48, 49 ഇത്ര വരെ ഈ ഗ്രൂപ്പിലായിരിക്കും ഉൾപ്പെടുക. അപ്പോൾ ഇതിൻ്റെ ഒരു ക്ലാസ് നമ്മൾ ഫിക്സ് ചെയ്യുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് ക്ലാസ്സിൽ കിട്ടിയിരിക്കുന്ന മാർക്കുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ 10 to 20, 20 to 30, 30 to 40 ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർവെൽ, രണ്ട് ക്ലാസ്സുകൾ തമ്മിലുള്ള ഗ്യാപ്പ് അത് ഫിക്സ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്താ പറയുക, ക്ലാസ് ഇൻ്റർവെൽ എന്ന് പറയുക. അപ്പോൾ നിങ്ങളവിടെ എഴുതിയിട്ടുണ്ടാവും ക്ലാസ് ഇൻ്റർവെല്ലിൻ്റെ അവിടെ, എ ലാർജ് നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് വാരിയിങ് in a wide range are usually classified in several groups according to their size. Each of these group is defined as interval called class interval. Then next one is class limit. Second one is class limit. Second point is class limit. അപ്പോൾ ഇതെന്താണ് ക്ലാസ് ഇൻ്റർവെൽ എന്ന് മനസ്സിലായി. Then next one is second one is class limit. Class interval and class limit. Class limitile the smallest and greatest possible measures in each class are known as class limit. That means for the class 20 to 30, 20 is the lower limit and 30 is the upper limit. അപ്പം എന്താ ക്ലാസ് ലിമിറ്റ് എന്ന് പറയുന്നത്? The smallest and the largest possible measurement in each class is called as
അതായത് തന്നിരിക്കുന്ന ക്ലാസ്സിൽ ഇതൊരു ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് 10 ആയിരിക്കും ഇതിൻ്റെ ലോവർ ലിമിറ്റ്. ഇതിന് നമ്മൾ ലോവർ ലിമിറ്റ് എന്നും അതുപോലെ തന്നെ ഇതിന് അപ്പർ ലിമിറ്റ് എന്നും പറയുന്നു. ഇത് അപ്പർ ലിമിറ്റാണ്, അപ്പർ ലിമിറ്റ് ആൻഡ് ലോവർ ലിമിറ്റ്. അപ്പോൾ ഇവിടെ എന്താണ് ക്ലാസ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ ദ സ്മോളസ്റ്റ് ആൻഡ് ദ ലാർജസ്റ്റ് പോസിബിൾ മെഷർമെൻറ്റ് ഇൻ ഈച്ച് ക്ലാസ്സസ് ആർ നോൺ ആസ് ക്ലാസ് ലിമിറ്റ്. അതിനെയാണ് നമ്മുടെ ക്ലാസ് ലിമിറ്റ് എന്ന് പറയുക. അപ്പോൾ ക്ലാസ് ഇൻ്റർവെൽ എന്ന് പറയുന്നത് 10 to 20, 20 to 30, 30 to 40 എന്നൊക്കെ പറയുന്ന ക്ലാസ്സസ് ഫിക്സ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്താ പറയുക, ക്ലാസ് ഇൻ്റർവെൽ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ക്ലാസ് ലിമിറ്റ് എന്ന് പറയുന്നത് ലോവസ്റ്റ് ആൻഡ് ഹയസ്റ്റ് ക്ലാസ് ലിമിറ്റ്സിനെയാണ് നമ്മൾ പറയുക. ദെൻ ഇവിടെ 10 ലോവർ ലിമിറ്റ്, 20 അപ്പർ ലിമിറ്റ്. സെക്കൻഡ് ക്ലാസ്സിൻ്റെ ആണെങ്കിൽ 20 ലോവർ ലിമിറ്റും 30 അപ്പർ ലിമിറ്റുമാണ്. തേർഡ് ക്ലാസ്സിലാണെങ്കിൽ 30 ലോവർ ലിമിറ്റും 40 എന്ന് പറയുന്നത് അതിൻ്റെ അപ്പർ ലിമിറ്റും ആയിരിക്കും. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ക്ലാസ് മാർക്ക്. തേർഡ് വൺ ഈസ് ക്ലാസ് മാർക്ക്. തേർഡ് വൺ ഈസ് ക്ലാസ് മാർക്ക്. ക്ലാസ് മാർക്കിലെ the value exactly at the middle of a class interval, the value exactly at the middle of the class interval is called class mark or the mid value അപ്പോൾ നിങ്ങൾ അവിടെ എഴുതുക the value exactly at the middle of the class interval is called class mark or mid value. then mid value is, അപ്പോൾ ഇവിടെ ക്ലാസ് മാർക്കിനെ പറയുന്ന മറ്റൊരു പേരാണ് മിഡ് വാല്യൂ. ക്ലാസ് മാർക്കിനെ പറയുന്ന മറ്റൊരു പേരാണ് മിഡ് വാല്യൂ. മിഡ് വാല്യൂ ഈസ് ഈക്വൽ ടു ലോവർ ലിമിറ്റ് പ്ലസ് അപ്പർ ലിമിറ്റ് ഡിവൈഡഡ് ബൈ 2. എക്സാമ്പിൾ 10 plus 20 divided by 2, that is 15. മിഡ് വാല്യൂ 10 plus 20 divided by 2, that is 15. അതിനെയാണ് നമ്മൾ എന്താ പറയുക, മിഡ് വാല്യൂ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ക്ലാസ് മാർക്ക്. 3 കാര്യങ്ങളാണ് ഇപ്പോൾ പഠിച്ചിട്ടുള്ളൂ. ഫസ്റ്റ് വൺ ഈസ് ക്ലാസ് ഇൻ്റർവെൽ, സെക്കൻഡ് വൺ ഈസ് ക്ലാസ് ലിമിറ്റ്, third one is class mark. Class mark is also called as mid value. And fourth one is magnitude of a class interval. Fourth one is magnitude of a class interval. Fourth one is magnitude of a magnitude of a class interval എന്നുള്ളിടത്ത് the difference between lower and upper class boundaries is called the magnitude or class interval. magnitude of class interval. അതായത് ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ എന്താ പറയുക, മാഗ്നിറ്റ്യൂഡ്, അതിൻ്റെ തോത് അല്ലെങ്കിൽ അളവ് എന്നുള്ളതൊക്കെ പറയും. മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്ലാസ് ഇൻ്റർവെൽ എന്ന് പറയുമ്പോൾ 30 - 20, ദാറ്റ് ഈസ് 10. 40 - 30, 20 - 10 എന്നൊക്കെ പറയുന്നത് എന്താണ്, ആ രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള ആ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ദെൻ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്ലാസ് ഇൻ്റർവെൽ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ക്ലാസ് ബൗണ്ടറീസ്. ഫിഫ്ത്ത് വൺ ഈസ് ക്ലാസ് ബൗണ്ടറീസ്. ഇനി എന്താണ് ക്ലാസ് ബൗണ്ടറീസ് എന്ന് നോക്കാം. ക്ലാസ് ബൗണ്ടറീസിൽ in the case of grouped frequency distribution with class limits having a gap between upper limit or one class and lower limit of the next class, there arise need of obtaining class boundaries. Then for example the class limit 50 to 59, 60 to 69 etc. have the class boundaries. അതായത് ഇപ്പം നമ്മൾ പറയും ക്ലാസ് ബൗണ്ടറീസ് എന്ന് പറയുമ്പോൾ having gap between upper limit and lower limit, they arise need of obtaining class boundaries. അതായത് ഇപ്പോൾ തന്നിരിക്കുന്നതിൽ ചിലപ്പോൾ ഇത് തന്നിരിക്കുന്ന എക്സ്ക്ലൂസീവ് ടൈപ്പ് ഓഫ് ക്ലാസ്സസ് ആണ്. 10 to 20 ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ തരും 10 to 19, 20 to 29, 30 to 39, 40 to 49 ഇങ്ങനെയൊക്കെ തരും. ഇങ്ങനെ തരുമ്പോൾ നമുക്ക് ക്ലാസ് ബൗണ്ടറീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനെ ഇൻക്ലൂസീവ് ടൈപ്പിനെ എക്സ്ക്ലൂസീവ് ടൈപ്പായിട്ട് മാറ്റേണ്ടി വരും.
അപ്പോൾ ലോവർ ലിമിറ്റിൽ നിന്ന് 0.5 മൈനസ് ചെയ്യുകയും അപ്പർ ലിമിറ്റിൻ്റെ കൂടെ 0.5 ആഡ് ചെയ്യുകയാണ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളിതിനെ സാധാരണ ഇതിനെ മാറ്റി എഴുതുമ്പോൾ 9.5 to 19.5, then 19.5 to 29.5, 29.5 to 39.5. ഇങ്ങനെയൊക്കെ നമ്മളിതിനെ മാറ്റി എഴുതണം. ഈ മാറ്റി എഴുതുമ്പോൾ അതിൻ്റെ ക്ലാസ് ബൗണ്ടറീസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ക്ലാസ്സിൻ്റെ ക്ലാസ് ബൗണ്ടറി എന്ന് പറയുന്നത് 9.5 ആൻഡ് സെക്കൻഡ് ക്ലാസ് അതിൻ്റെ തന്നെ നെക്സ്റ്റ് വൺ ഈസ് ദറ്റ് ഈസ് 19.5. ഇതാണ് ഇതിൻ്റെ ബൗണ്ടറീസ്, അതിൻ്റെ അതിരുകൾ എന്ന് പറയുക, ക്ലാസ് ബൗണ്ടറീസ് എന്ന് പറയും. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ക്ലാസ് ഫ്രീക്വൻസി. സിക്സ്ത് വൺ ഈസ് ക്ലാസ് ഫ്രീക്വൻസി. ക്ലാസ് ഫ്രീക്വൻസിയിലെ ദ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ഫോളിങ് within a particular class interval is called as frequency. Total frequency is the total number of observation. Total frequency എന്ന് പറയുന്നത് total number of observation ആണ് total frequency എന്ന് പറയുന്നത്. അപ്പോൾ ദെൻ ഈ തന്നിരിക്കുന്ന ക്ലാസ്സിലെ 10 to 20, 20 to 30 എന്നൊക്കെ പറയുന്ന ക്ലാസ്സിൽ ദെൻ അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് കണ്ടോ, ഇതൊരു ക്ലാസ്സാണ്. 10 to 20, 20 to 30, 30 to 40 എന്നൊക്കെ പറയുന്നത് ഒരു ക്ലാസ്സസ് ആണ്. ദെൻ 12, 10, 8 ഇതൊക്കെയാണ് നമുക്ക് തന്നിരിക്കുന്നത് വെച്ചാൽ ഇതിൽ 10 മാർക്കിനും 20 മാർക്കിനും ഇടയിലുള്ള എത്ര കുട്ടികളുണ്ട്? 12. 20നും 30നും ഇടയിൽ 10 പേര്, 30നും 40നും ഇടയിൽ 8 പേര് എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒബ്സർവേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പോൾ ദെൻ ക്ലാസ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ദ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്, ദ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ഫോളിങ് വിത്തിൻ എ പർട്ടിക്കുലർ ക്ലാസ് ഇൻ്റർവെൽ is called class frequency. Total frequency is the total number of observation. ഇതിൻ്റെ ടോട്ടൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 10 + 10, 20, 22 and 8 plus that is 30. ഈ ക്ലാസ്സിൻ്റെ ടോട്ടൽ ഫ്രീക്വൻസി ഒബ്സർവേഷൻ എന്ന് പറയുന്നത് 30 ആണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരിക്കുന്നത് എന്താ വെച്ചാൽ ഒരു സിസ്റ്റമാറ്റിക്കും അല്ലാത്ത രീതിയിൽ നമുക്ക് ഒരുപാട് ഡാറ്റാസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ അനലൈസ് ചെയ്യാനോ ഇൻ്റർപ്രറ്റ് ചെയ്യാനോ സാധിക്കില്ല. അപ്പോൾ ശരിക്കും നമുക്ക് കിട്ടുന്ന ഡാറ്റാസിനെ സിസ്റ്റമാറ്റിക്കായിട്ട് അറേഞ്ച് ചെയ്താൽ മാത്രമേ നമുക്കതിൻ്റെ ആവറേജസ് കണ്ടുപിടിക്കാനോ അത് മീനിങ് ഫുൾ ഇൻഫർമേഷനായിട്ട് മാറ്റാനായിട്ടോ സാധിക്കുള്ളൂ. അപ്പോൾ ഡാറ്റാസിനെ സിസ്റ്റമാറ്റിക് പ്രോസസ്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? ഓർഗനൈസിങ് ഡാറ്റ ഓർ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്നത്. ഈ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റയിൽ നമ്മൾ 2 തരത്തിലുണ്ട്, ആട്രിബ്യൂട്ട്സും അതുപോലെ തന്നെ വേരിയബിൾസും. ക്വാളിറ്റേറ്റീവ് ഡാറ്റാസ് ആർ ഓൾസോ കോൾഡ് ആസ് classification on the basis of attributes. Then quantitative data are also called as classification on the basis of variables. On the basis of variables, that distribution is also called as frequency distribution. അതിനെയാണ് നമ്മൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷന് ഇത്തരത്തിൽ ഒരു ടേബിൾ ഫോമിലൊക്കെ നമുക്ക് തരുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാം. ഈ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ ഇനി നെക്സ്റ്റ് പഠിക്കുന്നത് വാട്ട് ആർ ദി കമ്പോണൻസ് ഓഫ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഇനി ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ നമ്മളിങ്ങനെ ഒരു ക്ലാസ് പ്രിപ്പയർ ചെയ്യണം, അതിൻ്റെ ലോവർ ലിമിറ്റ് നോക്കണം, ക്ലാസ് ബൗണ്ടറീസ് നോക്കിയിരിക്കണം, ക്ലാസ് ഇൻ്റർവെൽ ഉണ്ടായിരിക്കണം, മിഡ് വാല്യൂ ഉണ്ടായിരിക്കണം. ഇതൊക്കെ എന്താണെന്ന് അറിയണം. ഇതെന്താണെന്ന് അറിയുന്നതിനെയാണ് നമ്മൾ എന്താ പറയുക? കമ്പോണൻസ് ഓഫ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഈ കമ്പോണൻസ് ഓഫ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ what are the classification or components of frequency distribution? Then first one is class interval, second one is class limit, third one is class mark, fourth one is magnitude of a class, and fifth one is class boundaries, and sixth one is class frequency. Then our first one is class interval. Class interval 10 to 20 എന്ന് പറയുന്ന ക്ലാസ്സസ് ഫോം ചെയ്യുന്നതിനെയാണ് ക്ലാസ്സസ് ഓർ ക്ലാസ് ഇൻ്റർവെൽ എന്ന് പറയുന്നത്. അത് ക്ലിയർ ആയിട്ടുണ്ട്. ക്ലാസ് ഇൻ്റർവെൽ എ ലാർജ് നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് വാരിയിങ് ഇൻ വൈഡ് റേഞ്ച് ആർ യൂഷ്വലി ക്ലാസിഫൈഡ് ഇൻ സെവറൽ ഗ്രൂപ്പ്സ് അക്കോർഡിംഗ് ടു ദെയർ സൈസ്. ദാറ്റ് ഈസ് കോൾഡ് ആസ് ക്ലാസ്സസ് ഓർ ക്ലാസ് ഇൻ്റർവെൽ. സെക്കൻഡ് വൺ ഈസ് ക്ലാസ് ലിമിറ്റ്. എന്താ ക്ലാസ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ ദ സ്മോളസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് possible measurement in each class are known as class limit. That means 20 to 30 എന്ന് പറയുമ്പോൾ 20 is the lower limit, 30 is the upper limit. 10 is the lower limit, 20 is the upper limit. ഇതിനെയാണ് നമ്മൾ എന്താ പറയുക? ക്ലാസ് ലിമിറ്റ് എന്ന് പറയുന്നത്.
Next one is class mark. Class mark is also called as mid value of a class. മിഡ് വാല്യൂ ഓഫ് എ ക്ലാസ് കണ്ടുപിടിക്കണമെങ്കിൽ, ഒരു ക്ലാസ്സിൻ്റെ മിഡ് വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ ലോവർ ലിമിറ്റ് പ്ലസ് അപ്പർ ലിമിറ്റ് ഡിവൈഡഡ് ബൈ 2. ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് മിഡ് വാല്യൂ എന്ന് പറയുന്നത്, ഓർ ക്ലാസ് മാർക്ക് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്ലാസ് ഇൻ്റർവെൽ. രണ്ട് ക്ലാസ്സുകൾ തമ്മിലുള്ള ക്ലാസ് ഇൻ്റർവെല്ലിൻ്റെ ഗ്യാപ്പിനെയാണ് ലോവർ ലിമിറ്റ് മൈനസ് ഓർ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്, ഇത് തമ്മിലുള്ള ഡിഫറൻസിനെയാണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്ലാസ് ഇൻ്റർവെൽ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ക്ലാസ് ബൗണ്ടറീസ്. ക്ലാസ് ബൗണ്ടറീസ് എന്ന് പറയുമ്പോൾ 10, 20 ഇതൊക്കെ ഇതിൻ്റെ ക്ലാസ് ബൗണ്ടറീസ് ആണ്. പക്ഷേ ചില ഇൻക്ലൂസീവ് ടൈപ്പ് ഓഫ് ക്ലാസ്സസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത് വെച്ചാൽ നമ്മളതിനെ എക്സ്ക്ലൂസീവ് ടൈപ്പിലേക്ക് മാറ്റി എഴുതിയിരിക്കണം. എക്സ്ക്ലൂസീവിലേക്ക് മാറ്റി എഴുതുമ്പോൾ 0.5 ലോവർ ലിമിറ്റിൽ നിന്ന് 0.5 മൈനസ് ചെയ്യുകയും സെയിം ടൈം അപ്പർ ലിമിറ്റിൻ്റെ കൂടെ 0.5 ആഡ് ചെയ്യുകയും ചെയ്യുന്ന ടെക്നിക്സ് ആണ് ഇവിടെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിരിക്കുക. ഈ 9.5 എന്ന് പറയുന്ന ലോവർ ലിമിറ്റും 19.5 എന്ന് പറയുന്ന അപ്പർ ലിമിറ്റും ആയിരിക്കും. സോ ദറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ക്ലാസ് ബൗണ്ടറീസ്. ഫസ്റ്റ് ക്ലാസ്സിൻ്റെ ക്ലാസ് ബൗണ്ടറി 9.5 എന്നുള്ളതാണ് ലോവർ ലിമിറ്റിൻ്റെ ക്ലാസ് ബൗണ്ടറി. അതുപോലെ തന്നെ അപ്പർ ലിമിറ്റിൻ്റെ ക്ലാസ് ബൗണ്ടറി എന്ന് പറയുന്നത് 19.5 എന്ന് പറയുന്നതാണ് അതിൻ്റെ ക്ലാസ് ബൗണ്ടറി. നെക്സ്റ്റ് വൺ ഈസ് ക്ലാസ് ഫ്രീക്വൻസി എന്ന് പറയാം. ക്ലാസ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ദ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ഫാളിംഗ് വിത്തിൻ എ പർട്ടിക്കുലർ ക്ലാസ് ഇൻ്റർവെൽ ഈസ് കോൾഡ് ആസ് ക്ലാസ് ഫ്രീക്വൻസി. ടോട്ടൽ ഫ്രീക്വൻസി ഈസ് കോൾഡ് ആസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസിനെയാണ് നമ്മൾ ക്ലാസ് ഫ്രീക്വൻസീസ് എന്ന് ഉള്ള രീതിയിൽ പറയുന്നത്. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് ഈ ടോപ്പിക്കിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവും, കമ്പോണൻറ്റ്സ് ഓഫ്. ഇനി നെക്സ്റ്റ് നമുക്കറിയേണ്ടത്, നമുക്ക് പഠിക്കാനുള്ളത് what is meant by individual series, what is meant by discrete series and continuous. ഇപ്പോൾ ഈ തന്നിരിക്കുന്നതിലൊക്കെ എന്തൊക്കെയാണ് ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ് സീരീസ് എന്ന് പറയാം. നെക്സ്റ്റ് ടോപ്പിക് individual series, continuous series, continuous and discrete series. Continuous and discrete series. Then individual series നമുക്ക് സാധാരണ അറിയാവുന്നതാണ്. ഇൻഡിവിജ്വൽ സീരീസ് പറയാറുണ്ട്. അതേപോലെ തന്നെ ഡിസ്ക്രീറ്റ് സീരീസ് പറയാറുണ്ട്. അതുപോലെ തന്നെ കണ്ടിന്യൂസ് സീരീസ് ഉണ്ടാവാറുണ്ട്. കണ്ടിന്യൂസ് സീരീസ്. അപ്പോൾ ഒരു ഡാറ്റ ക്ലാസിഫിക്കേഷനിൽ ഡാറ്റയെ തരംതിരിക്കുമ്പോൾ ദ ഫാമിലി ഇൻകം ഓഫ് 10 ഫാമിലീസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഡെയിലി ഇൻകം ഓഫ് 10 ഫാമിലീസ് എന്ന് പറയുമ്പോൾ 500, 600, 700, 400, 800 ഇങ്ങനെയൊക്കെയാണ് തോന്നുന്നത്. ഇപ്പോൾ നമുക്കൊരു കണക്കെടുക്കുകയാണെങ്കിൽ ഇപ്പോൾ സാധാരണ രീതിയിൽ ഒരു ഏരിയയിലുള്ള 5 ഫാമിലീസിൽ പെർ ഡേ ഇൻകമാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇൻകമാണ് നമുക്ക് വന്നു കഴിഞ്ഞാൽ ₹400, ₹500, ₹600, ₹700, ₹800 ഇത് തന്നിരിക്കുന്നത് ഇങ്ങനെയാണ് തന്നിരിക്കുന്നത് വെച്ചാൽ നമുക്കതിന് ഇൻഡിവിജ്വൽ സീരീസ് എന്നേ പറയാൻ പറ്റുമോ. കാരണം ഒരു 5 വീട്ടിലെ അവരുടെ ദിവസ വരുമാനം എന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഓരോ ഫാമിലിയിലെയും ആവറേജ് എത്രയായിരിക്കും ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് പറയാൻ കിട്ടും. 400 + 500 + 600 + 700 + 800 ഡിവൈഡഡ് ബൈ 5 ഇതാണ് ഇതിൻ്റെ ആവറേജ്. ഇങ്ങനെയാണ് തന്നിരിക്കണമെങ്കിൽ ആ സീരീസിനെ നമ്മൾ ഇൻഡിവിജ്വൽ സീരീസ് എന്നാണ് പറയാം. അപ്പോൾ ഇത് സാധാരണ നമുക്ക് ബുക്കിലൊന്നും കാണാറില്ല. ഇൻഡിവിജ്വൽ സീരീസ് എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ചൊന്നും തരാറില്ല. ഇതേപോലെ തന്നിരിക്കുകയാണെങ്കിൽ അതിന് ഇൻഡിവിജ്വൽ സീരീസ് എന്നേ പറയാം. സെക്കൻഡ് വൺ ഈസ് ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ നിങ്ങളവിടെ എഴുതുക, ഇൻ ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ദ എക്സാക്ട് മെഷർമെൻറ്റ് ഓഫ് വേരിയസ് ഐറ്റംസ് ആർ ഷോൺ.
exact measurement of various items are shown. Each of these measurements is to be treated as class. Frequency relating to such measurements are also shown against them. അപ്പോൾ ഒന്നുകൂടെ പറയുന്നു, എന്താണ് ഡിസ്ക്രീറ്റ് സീരീസ് എന്ന് പറയുമ്പോൾ. അപ്പോൾ എക്സാക്റ്റ് മെഷർമെൻറ്റും അതിൻ്റെ ഒബ്സർവേഷനുമാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിസ്ക്രീറ്റ് സീരീസ് എന്ന് പറയുക. അപ്പോൾ എക്സാക്റ്റ് മെഷർമെൻറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ എക്സ് എന്ന് പറയുന്ന ഒരു വാല്യൂ അതിൻ്റെ ഫ്രീക്വൻസി ഉണ്ടായിരിക്കും. കണ്ടോ, അതായത് 400 rupees പെർ ഡേ ഇൻകം വരുന്ന 5 ഫാമിലീസ്, ദെൻ 500 rupees ഉള്ള 10 ഫാമിലീസ്, അതുപോലെ 600 വരുന്ന 25 ഫാമിലീസ്, ദെൻ 700 10, ദെൻ 800 വരുന്ന ദെൻ 15. കണ്ടോ, ഇങ്ങനെയൊക്കെ തരികയാണെങ്കിൽ ഇവിടെ ഈ സീരീസിനെയാണ് നമ്മൾ എന്താ പറയുക, ഡിസ്ക്രീറ്റ് സീരീസ് എന്ന് പറയുക. അപ്പോൾ പലപ്പോഴും നമുക്ക് ഡാറ്റാസിനെ ഈ രീതിയിലൊക്കെ തരാറുണ്ട്. ഏതൊക്കെ രീതിയിൽ തരാറുണ്ട്, ഇൻഡിവിജ്വൽ സീരീസിൽ റെപ്രസെൻ്റ് ചെയ്യാറുണ്ട്, അതേപോലെ തന്നെ ഡിസ്ക്രീറ്റ് സീരീസിൽ റെപ്രസെൻ്റ് ചെയ്യാറുണ്ട്, അതേപോലെ തന്നെ കണ്ടിന്യൂസ് സീരീസിൽ റെപ്രസെൻ്റ് ചെയ്യാറുണ്ട്. ഡിസ്ക്രീറ്റ് സീരീസ് എന്ന് പറയുമ്പോൾ എക്സ് വാല്യൂം അതിൻ്റെ ഒബ്സർവേഷനുമാണ്. അപ്പോൾ ഈ തന്നിരിക്കുന്നതിൽ നിങ്ങൾക്ക് മനസ്സിലായി, ₹400 ഡെയിലി റിട്ടേൺ ഉള്ള എത്ര വീടുകളുണ്ടെന്ന് ചോദിക്കുമ്പോൾ 5 ഫാമിലീസ്, ദെൻ 500 10 ഫാമിലീസ് എന്നൊക്കെ പറയുന്ന രീതിയിൽ നമ്മളതിനെ തരം തിരിച്ച് എഴുതുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡിസ്ക്രീറ്റ് സീരീസിൽ അവിടെ നിങ്ങൾ എഴുതുന്ന ആൻസർ ഇങ്ങനെയായിരിക്കും. ഇൻ എ ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ദ എക്സാക്ട് മെഷർമെൻറ്റ് ഓഫ് വേരിയസ് items, each of these measurement is to be treated as class. Frequency relating to such measurement are also known as against them. അതായത് ഇതിൻ്റെ അഗെയിൻസ്റ്റ് ആയിട്ട് അതിൻ്റെ ഫ്രീക്വൻസി കൂടെ കണ്ടിട്ട് ചിലപ്പോൾ പ്രോബ്ലം നമുക്ക് ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസിയിലായിരിക്കും തന്നിരിക്കുക, ചിലപ്പോൾ ഇൻഡിവിജ്വൽ സീരീസിലായിരിക്കും തന്നിരിക്കുക. അതേസമയം ചില സമയത്ത് കണ്ടിന്യൂസ് സീരീസിൽ നമുക്ക് തരാറുണ്ട്. അപ്പോൾ കണ്ടിന്യൂസ് സീരീസിൽ തരുമ്പോൾ എന്താണ് കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ നോക്കാം. കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിലെ ഇൻ എ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ക്ലാസ് ഇൻ്റർവെൽസ് ആർ കണ്ടിന്യൂസ്ലി ഷോൺ ഫ്രം ദ ബിഗിനിങ് ടു ദ എൻഡ് ആൻഡ് കറസ്പോണ്ടിങ് ഫ്രീക്വൻസീസ് ആർ ഓൾസോ ഷോൺ അഗെയിൻസ്റ്റ് ക്ലാസ് ഇൻ്റർവെൽ. In a continuous frequency distribution, class intervals are continuously shown from the beginning to end and corresponding frequencies are also shown against the class interval. Then age 0 to 10, 10 to 20, 20 to 30, 30 to 40 ഇങ്ങനെയൊക്കെ തരികയാണെങ്കിൽ അതിൻ്റെ ഒബ്സർവേഷൻ അതായത് 8, then 15, 17, 10 ഇങ്ങനെയൊക്കെ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്താ പറയുക, കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്ക് 3 തരത്തിലുള്ള ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ മനസ്സിലായിട്ടുണ്ട്. ഒന്ന് ഇൻഡിവിജ്വൽ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, ദെൻ അതായത് ഡിസ്ക്രീറ്റ് സീരീസ്, ഇൻഡിവിജ്വൽ സീരീസ്, ഡിസ്ക്രീറ്റ് സീരീസ് ആൻഡ് കണ്ടിന്യൂസ് സീരീസ്. ഇൻഡിവിജ്വൽ സീരീസ് ആണെങ്കിൽ ഇതേപോലെ നമ്പേഴ്സ് മാത്രം തന്നിരിക്കുകയാണെങ്കിൽ അതിനെ ഇൻഡിവിജ്വൽ സീരീസ് എന്നും, ഡിസ്ക്രീറ്റ് സീരീസിൽ ദെൻ എക്സാക്റ്റ് വാല്യൂം അതിൻ്റെ മെഷർമെൻറ്റും കൂടെ തരികയാണെങ്കിൽ അതിന് ഡിസ്ക്രീറ്റ് സീരീസ് എന്നും, അതേപോലെ തന്നെ 0 to 10 എന്ന് പറയുന്ന ക്ലാസ് ബേസ് ചെയ്തുകൊണ്ടാണ് സീരീസ് തന്നിരിക്കണമെങ്കിൽ അതിന് കണ്ടിന്യൂസ് സീരീസ് എന്നും പറയുന്നു. ദെൻ നെക്സ്റ്റ് വൺ ഈസ്, അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷനിലെ എക്സ്ക്ലൂസീവ് ആൻഡ് ഇൻക്ലൂസീവ് മെത്തേഡ് ഓഫ് ഫോമിംഗ് ക്ലാസ് ഇൻ്റർവെൽസ് ഇൻ എ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഈ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ തന്നെ ചില കേസുകളിൽ ഇൻക്ലൂസീവ് ഉണ്ടാവാം, ചില സമയത്ത് എക്സ്ക്ലൂസീവ് ഉണ്ടാവാം. ദെൻ അപ്പോൾ ഇവിടെ ഞാനത് മാറ്റി എഴുതാണ്, ഇൻക്ലൂസീവ് ആൻഡ് എക്സ്ക്ലൂസീവ്. ദെൻ ഇതിനെ കണ്ടിന്യൂസ് സീരീസിൽ തന്നെ 2 തരത്തിലാണ്. ഒന്ന് എക്സ്ക്ലൂസീവ് ക്ലാസ് ആണ് ഈ തന്നിരിക്കുന്നത്, എക്സ്ക്ലൂസീവ്. ദെൻ ഇൻക്ലൂസീവ് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ദെൻ 10 to 19, ദെൻ 20 to 29, 29 to 30 to 39, 30 to 39, ദെൻ 40 to 49, ദെൻ അതിൻ്റെ ഒബ്സർവേഷൻ കൂടെ. ഇങ്ങനെയാണ് ക്ലാസ് തന്നിരിക്കണേ വെച്ചാൽ അതിനെയാണ് നമ്മൾ ഇൻക്ലൂസീവ് എന്ന് പറയുക. 5, 9, 14,
11 ഇങ്ങനെയൊക്കെയാണ് തന്നിരിക്കണമെങ്കിൽ അതിനെ ഇൻക്ലൂസീവ് ടൈപ്പ് എന്നാ പറയുക. ഇൻ ദ സെക്കൻഡ് സീരീസ് ക്ലാസ് ബൗണ്ടറീസ് ദെൻ ഇതിന് നമുക്ക് ക്ലാസ് ബൗണ്ടറീസ് 9.5 to 19.5 എന്ന് പറയുന്ന രീതിയിൽ നമുക്കതിനെ മാറ്റി എഴുതണം. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലാസ്സസ് മനസ്സിലായി. ഇൻഡിവിജ്വൽ സീരീസ്, ഡിസ്ക്രീറ്റ് സീരീസ്, കണ്ടിന്യൂസ് സീരീസ്. കണ്ടിന്യൂസ് സീരീസിൽ തന്നെ നമ്മൾ രണ്ട് തരത്തിലുള്ളത് പറഞ്ഞു. ഒന്ന് എക്സ്ക്ലൂസീവ് സീരീസ് പറഞ്ഞു, അതേസമയം തന്നെ ഇൻക്ലൂസീവ് സീരീസിനെ കുറിച്ചും വ്യക്തമായിട്ട് പറഞ്ഞു. ദെൻ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ വിത്ത് ഓപ്പൺ ആൻഡ് എന്താ പറയുക, ഓപ്പൺ എൻഡ് ക്ലാസ്സസ് എന്ന് പറയും. ദെൻ നെക്സ്റ്റ് ചില ക്ലാസ്സുകൾ നമുക്ക് തന്നിരിക്കുക ഓപ്പൺ എൻഡ് ക്ലാസ്സസ് എന്നുള്ള രീതിയിലായിരിക്കും തരിക. കണ്ടിന്യൂസ് സീരീസിന് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ വിത്ത് ഓപ്പൺ എൻഡ് ക്ലാസ്സസ്. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ വിത്ത് ഓപ്പൺ എൻഡ് ക്ലാസ്സസ്. ഓപ്പൺ എൻഡ് ക്ലാസ്സസിൽ അവിടെ താഴെ എഴുതുക, താഴെ വായിക്കുക. ദാറ്റ് മീൻസ് സം കേസസിൽ ചില ഐറ്റംസ് ബിറ്റ്വീൻ 500 and 1000 ക്യാൻ ബി ഗ്രൂപ്പ്ഡ് ഇൻ ടു നമ്പർ ഓഫ് കേസസ്. ഹിയർ ഫസ്റ്റ് ക്ലാസ് ഇത്തരം സിറ്റുവേഷനിൽ ഓപ്പൺ എൻഡ് ക്ലാസ്സസ് എന്ന് പറയുമ്പോൾ ബിലോ 10 അല്ലെങ്കിൽ ബിലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് തരും. അതിനെയാണ് ഈ ഓപ്പൺ എൻഡ് ക്ലാസ്സസ് എന്ന് പറയുക. ഞാനൊരു എക്സാമ്പിൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്കത് ക്ലിയർ ആവും. ബിലോ 500 ഫസ്റ്റ് ക്ലാസ് ഇങ്ങനെയാണ്, ബിലോ 500. ദെൻ നെക്സ്റ്റ് ക്ലാസ് തരുന്നത് നമുക്ക് ദെൻ 500 to 600, 500 to 600, 600 to 700, 700 to 800, ദെൻ എബവ് 800 എന്നുള്ള രീതിയിൽ. ദെൻ ലാസ്റ്റ് ക്ലാസ് എബവ് 800 ആൻഡ് എബവ്. ഇങ്ങനെയാണ് തന്നിരിക്കുന്നതെങ്കിൽ ചില ക്ലാസ്സുകൾ ഇങ്ങനെ തരും. ബിലോ 500 ഉള്ള 10 ഫാമിലീസ്. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് തന്നിരിക്കുന്നതെങ്കിൽ ഇതിൽ ഫസ്റ്റ് ക്ലാസ്സിന് നമുക്ക് 500 താഴെയുള്ള എല്ലാ കുടുംബങ്ങളും ഉൾപ്പെടും എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ 800 മുകളിലുള്ള എല്ലാ ഫാമിലീസും ഉൾപ്പെടും എന്നൊക്കെ പറയുമ്പോൾ ഈ ക്ലാസ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഓപ്പൺ എൻഡ് ക്ലാസ്സസ് എന്നാണ് പറയുക. ആണോ, ചില സിറ്റുവേഷൻസിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് തരാറുണ്ട്. അപ്പോൾ ഏകദേശം ഈ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് പോകാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്കത് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നത്. ദെൻ നെക്സ്റ്റ് ടാലി മാർക്ക് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡൗൺവേഡ് ക്യുമുലേറ്റീവ് ആൻഡ് അപ്വേഡ് ക്യുമുലേറ്റീവ് ഒക്കെ വരാറുണ്ട്. ഇനി നമുക്ക് കൂടുതലായിട്ട് പ്രോബ്ലം. നെക്സ്റ്റ് വൺ ഈസ് ടാലി ഷീറ്റാണ്. Tallying means setting up classes and drawing variables stroke against each classes to the classes to represent each item that falls in a class. When 4 strokes are drawn, the 5th is drawing on a diagonal or horizontal stroke intersecting all the 4. So we have bundles of 5 strokes, each of these bundles representing frequencies of 5. ചില ക്ലാസ്സുകളിൽ നമ്മൾ സാധാരണ ഇതിൽ ടാലി മാർക്ക് എന്ന് പറഞ്ഞിട്ട് അഡ്വർടൈസ്മെൻറ്റ് ടാലി മാർക്ക് എല്ലാവർക്കും അറിയാവുന്ന വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഡാറ്റ ഓർഗനൈസ് ചെയ്യുമ്പോൾ ഡാറ്റാസിനെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന ഒരു മെത്തേഡാണ് 0 to 10 ടാലി മാർക്ക്. ടാലി മാർക്കാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റയിൽ നമ്മൾ ഉപയോഗിക്കുന്ന വൺ ഓഫ് ദി ടെക്നിക്കാണ്. അതായത് 0 to 10 വരെയുള്ള ഏജ് ഗ്രൂപ്പിൽ വരുന്നവർ എത്ര പേര്, 10 to 20, 20 to 30, 30 to 40, 40 to 50. ഇങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മളിവിടെ കണ്ടോ ഇങ്ങനെ ക്രോസ് ചെയ്യും. എത്ര പേരുണ്ടെന്ന് എണ്ണി നോക്കും. എണ്ണി നോക്കുമ്പോൾ നമ്മളിതുപോലെ 1 2 3 4 5 നമുക്കിങ്ങനെ ഹൊറിസോണ്ടലായിട്ടോ അല്ലെങ്കിൽ വെർട്ടിക്കലായിട്ടോ ചിലപ്പോൾ ഒരു ലൈൻ കൊടുക്കും. കണ്ടോ ഇങ്ങനെയൊക്കെ എഴുതാം. അപ്പോൾ ഇവിടെ ദറ്റ് ഈസ് 7. നിങ്ങൾക്ക് തരാം, ഇങ്ങനെ വരാം. ഇങ്ങനെ വരാം. ഇങ്ങനെയൊക്കെ പ്രസൻറ്റ് ചെയ്യുന്നതിനാണ് എന്താ പറയുക, ഇങ്ങനെയൊക്കെ നമ്മൾ എന്ത് തന്നെ അതിൻ്റെ ഫ്രീക്വൻസീസ് അപ്പോൾ തന്നെ നമ്മൾ 5
കണ്ടോ 7 12 3 9 ഇങ്ങനെ മാർക്ക് ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മൾ എന്ത് പറയുക ടാലി മാർക്ക് എന്ന് പറയുക. അപ്പോൾ നിങ്ങളവിടെ മനസ്സിലാക്കുന്നത് സെറ്റിംഗ് അപ്പ് ക്ലാസ്സസ് ആൻഡ് ഡ്രോയിങ് വേരിയബിൾ സ്റ്റോക്ക് അഗെയിൻസ്റ്റ് ഈച്ച് ക്ലാസ് to represent each item that falls in the classes. When 4 stocks are drawn, the fifth is drawn on a diagonal or horizontal stalk intersecting all the 4. So we have bundles of 5 stock. Each of these bundles represents frequencies of 5. ഇങ്ങനെയായിരിക്കും നമ്മൾ സാധാരണ രീതിയിൽ ടാലി മാർക്ക് ഫോം ചെയ്യാറുള്ളത്. അപ്പോൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് മനസ്സിലായി. ഇതിന് ശേഷം നമുക്ക് ആവറേജസ് എന്ന് പറയുന്ന ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു കൺക്ലൂഷനിലേക്ക് കിടക്കാം. ആ കൺക്ലൂഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിരിക്കണേ. നമ്മുടെ ക്ലാസ്സിൽ ഇന്ന് നമ്മൾ ഫസ്റ്റ് വൺ ഈസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, ഓർഗനൈസിങ് ഡാറ്റ, ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ on the basis of attributes, on the basis of variables. Then what is meant by frequency distribution? Frequency distribution what are the components of frequency distribution? Components of class limit, class interval, then mid value, class mark, class boundaries, frequency. These are the components of frequency distribution. അത് പഠിച്ചു. Then different types of series ഉണ്ട്. ആ സീരീസിനെ ഇൻഡിവിജ്വൽ സീരീസ്, ഡിസ്ക്രീറ്റ് സീരീസ്, കണ്ടിന്യൂസ് സീരീസ്, പിന്നെ അതുപോലെ തന്നെ എക്സ്ക്ലൂസീവ് ടൈപ്പ് ആൻഡ് ഇൻക്ലൂസീവ് ടൈപ്പ്. ദെൻ ഓപ്പൺ എൻഡ് ക്ലാസ്സസ്. ഇത്രയും നമ്മളതിൽ ഡിസ്കസ് ചെയ്തു. ദെൻ ലാസ്റ്റ് വൺ ഈസ് ടാലി മാർക്ക്. ഇത്രയും കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നെക്സ്റ്റ് ആവറേജസ് എന്ന് പറയുന്ന പ്രോബ്ലംസിലേക്ക് നമുക്ക് കടക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഓക്കെ, താങ്ക് യു ഓൾ.